ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എന്ന പോർഷൻ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത് മനസ്സിലാക്കാം, ഇത് ടൈട്രേഷൻ തന്നെയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന റിഡോക്സ് ടൈട്രേഷൻ അല്ലെങ്കിൽ ആസിഡ് ബേസ് ടൈട്രേഷൻ തന്നെയാണ്. അവിടെയൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് എൻഡ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. അപ്പൊ ഇനി ഇവിടെ ഈ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനിൽ നമ്മൾ EMF മെഷർമെന്റ് വഴിയാണ് ഇവിടെ നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് എന്താ അതിന്റെ ഒരു പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ഒരു ഡെഫിനിഷൻ നോക്കാം. പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ഈസ് എ ടൈട്രേഷൻ used to measure the amount of an analyte present in the given solution by measuring the change in potential by a suitable indicator electrode as a function of volume of titrate. അതായത് നമുക്ക് നോക്കാം എന്താണ് ഈ ഡെഫിനിഷൻ. ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ നോക്കാം. ഇപ്പൊ നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ ചെയ്യാണ്. നമ്മളിപ്പോ ആസിഡ് ബേസ് ടൈട്രേഷൻ ചെയ്യുന്നു. ഇപ്പൊ നമ്മള് ആസിഡ് ബേസ് ടൈട്രേഷൻ ചെയ്യാണ്. അതാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആസിഡും ബേസും ഉണ്ട് അല്ലെ. അപ്പൊ ആസിഡും ബേസും ഉണ്ടാവും. അപ്പൊ നമ്മള് ആസിഡിനെ നമ്മളിപ്പോ നമ്മുടെ വെസലില് ആസിഡിനെ എടുത്തു. ഓക്കെ, ബ്യൂററ്റില് നമ്മള് ബേസ് നിറച്ചിട്ടുണ്ട്, ബേസ് വെച്ചിട്ടുണ്ട്. ബ്യൂററ്റില് നമ്മൾ ബേസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യോമീറ്ററിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടാവും, അതിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് പൊട്ടൻഷ്യോമീറ്റർ ആയിട്ട് കണക്റ്റഡ് ആണ് ഈ സെറ്റപ്പ്. ഇവിടെ 2 ഇലക്ട്രോഡ് വരും. അതിനൊക്കെ പേരുകളുണ്ട്, അതെന്താ നമുക്ക് പറയാം. 2 ഇലക്ട്രോഡ് സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് കണക്റ്റഡ് ആണ്. ഇങ്ങനെയാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇതൊരു ഡിജിറ്റൽ ഡിവൈസ് ആണ് പൊട്ടൻഷ്യോമീറ്റർ. ഇതൊരു ഡിജിറ്റൽ ഡിവൈസ് ആണ്. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നോൺ വോളിയം ഓഫ് ആസിഡ് എടുക്കും. ഒരു നോൺ വോളിയം ഓഫ് ആസിഡ് എടുത്തു, അതിലേക്ക് നമ്മൾ ബേസ് ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയണ ഒരു കാര്യം, ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ഇവിടെ കാണിക്കും. ഇവിടെയായിട്ട് ഈ അപ്പാരറ്റസിന്റെ ഇവിടെയായിട്ട് ഡിജിറ്റൽ ആയിട്ട് അവിടെ EMF എഴുതി കാണിക്കും. എത്രയാണെങ്കിൽ EMF എഴുതി കാണിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം EMF മെഷർമെന്റിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത് potentiometric titration is a application of EMF measurement. Potentiometric titration is a application of EMF measurement. EMF മെഷർമെന്റിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം കോൺസെൻട്രേഷൻ EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷൻ നമുക്ക് തന്നു വെച്ചാൽ ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ EMF. കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ വേരി ചെയ്യുമ്പോൾ അതിനൊപ്പം ആരും വേരി ചെയ്യും? EMFും വേരി ചെയ്യും. കോൺസെൻട്രേഷൻ വേരി ചെയ്യുമ്പോൾ EMFും വേരി ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷനും EMFും തമ്മിൽ റിലേഷൻ ഉണ്ട്. കോൺസെൻട്രേഷൻ വേരി ചെയ്യുമ്പോൾ EMF എന്ത് ചെയ്യും? വേരി ചെയ്യും. അപ്പോ നമ്മളിവിടെ എടുത്തതിലേക്ക് നമ്മൾ ഓരോ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുമ്പോഴും അതിൽ കോൺസെൻട്രേഷനിൽ എന്തുണ്ടാവും? വേരിയേഷൻ ഉണ്ടാവും. കോൺസെൻട്രേഷനിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഓരോ കോൺസെൻട്രേഷൻ, ഇപ്പൊ ഒരു കോൺസെൻട്രേഷനിലുള്ള EMF ആണ്
EMF1. രണ്ടാമത്തെ കോൺസെൻട്രേഷൻ C2 ആണെങ്കിൽ അതിലുള്ള EMF ആണ് EMF2. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ പ്ലോട്ട് ചെയ്യും. എങ്ങനെ? വോളിയം ഓഫ് NaOH ആഡഡ്. നമ്മളൊരു ടേബിൾ പ്ലോട്ട് ചെയ്യും. നമ്മളൊരു ടേബിൾ പ്ലോട്ട് ചെയ്യും. വോളിയം ഓഫ് NaOH added, EMF of the cell. Volume of NaOH added, EMF of the cell. EMF of the cell. അങ്ങനെ ഒരു ടേബിൾ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഓരോ ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഓരോ വോളിയത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള EMF ഇവിടെ നമ്മൾ എഴുതും. എന്നിട്ട് അത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? EMF വേഴ്സസ് വോളിയം ഓഫ് ആൽക്കലി നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. വോളിയം y ആക്സിസിൽ വോളിയം ഓഫ് ആൽക്കലി വേഴ്സസ് EMF ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യുക. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നും കൂടി പറയാം. പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF മെഷർ ചെയ്തിട്ട് നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നതാണ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനിൽ വരുന്നത്. EMFും കോൺസെൻട്രേഷനും റിലേറ്റഡ് ആണ്. കോൺസെൻട്രേഷൻ വേരി ചെയ്യുമ്പോൾ EMFും അതിനനുസരിച്ച് വേരി ചെയ്യും. അതായത് EMF കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് EMFും എന്ത് ചെയ്യും? മാറും. അപ്പൊ ആ ഒരു മാറ്റം, ഇപ്പൊ നമ്മള് വോളിയം മാറുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ മാറും. ഇപ്പൊ വോളിയവും EMFും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കും. ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ അതിന്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം പല കാരണങ്ങളുണ്ട്. ഇപ്പൊ കളേർഡ് സൊല്യൂഷന്റെ ഒന്നും എൻഡ് പോയിന്റ് നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, കളേർഡ് സൊല്യൂഷന്റെ ഒക്കെ. അപ്പോഴൊക്കെ നമുക്ക് ഈ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ യൂസ് ചെയ്യാൻ കഴിയും എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ എടുത്ത അനലൈറ്റ് സൊല്യൂഷൻ നമ്മൾ ഇവിടെ എടുക്കുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ടൈട്രന്റിനെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ 2 ഇലക്ട്രോഡ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് പറയാം. സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്റ്റഡ് ആണ്. ഇതിനെ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യോമീറ്റർ ആണ് നമുക്ക് എന്ത് തരുന്നത്? ഈ EMFന്റെ വാല്യൂ ഇവിടെ ഡിജിറ്റൽ ആയിട്ട് കാണും. ഇങ്ങനെ കാണും EMFന്റെ വാല്യൂ. അതിൽ നിന്നാണ് നമ്മൾ ആ ടേബിൾ ഫില്ല് ചെയ്യുന്നതും, ആ ടേബിൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ വോളിയവും EMFും തമ്മിലുള്ള ടേബിൾ ഫില്ല് ചെയ്യുന്നതും, അതിൽ നിന്നാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് എൻഡ് പോയിന്റ് കാണുന്നതും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് രൂപം. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത്. പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Potentiometric titration is a titration used to measure amount of an analyte present in the given solution by measuring the change in the potential by a suitable indicator electrode. ഇവിടെ indicator solution അല്ല, suitable indicator electrode as a function of volume of titrant. As a function of volume of titrant. Okay. ഇനി ഈ സെറ്റപ്പിന് എന്തൊക്കെ വേണം? അതായത് ഈ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷന്റെ സെറ്റപ്പിൽ എന്തൊക്കെയുണ്ട് റിക്വയർമെന്റ്സ്? അപ്പൊ ഒരു റെഫറൻസ് ഇലക്ട്രോഡ് വേണം. നമുക്ക് എന്ത് വേണം? ഒരു റെഫറൻസ് ഇലക്ട്രോഡ് വേണം. ഒരു റെഫറൻസ് ഇലക്ട്രോഡ് വേണം. ആ റെഫറൻസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഓർ EMF. ഇപ്പൊ സാധാരണ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് AgCl അല്ലെങ്കിൽ കലോമൽ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ നമുക്ക് വേണ്ടത് ഒരു ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് വേണം. ഇറ്റ് റെസ്പോണ്ട് ടു ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ അനലൈറ്റ് സൊല്യൂഷൻ. അതാണ് എന്തിനെ
റെസ്പോണ്ട് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡാണ് നമ്മുടെ അനലൈറ്റ് സൊല്യൂഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് EMF മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ദ അനലൈറ്റ്. ഏത് സൊല്യൂഷനെയും നമ്മൾ അനലൈസിസ് ചെയ്യുന്നത് ആ സൊല്യൂഷനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. ഇത് മൂന്നുമാണ്. അപ്പൊ ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ടാവും, ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ഉണ്ടാവും, പിന്നെ നമ്മൾ ആ സെറ്റപ്പിൽ ഇലക്ട്രോലൈറ്റും കൂടെ ഉണ്ടാവും. അത് നമ്മുടെ അനലൈറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഓരോ പലതരത്തിലുള്ള ടൈട്രേഷൻസ് നമുക്ക് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ വെച്ചിട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്ന് റിഡോക്സ് ടൈട്രേഷൻ. അപ്പൊ ഈ റിഡോക്സ് ടൈട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് പ്ലാറ്റിനം യൂസ് ചെയ്യാം, ഓറം യൂസ് ചെയ്യാം, അർജന്റം യൂസ് ചെയ്യാം. അതുപോലെ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യാം. അതായത് കമ്പൈൻഡ് ഗ്ലാസ് ആൻഡ് റെഫറൻസ് ഇലക്ട്രോഡും യൂസ് ചെയ്യാം. ഇനി കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻ ഉണ്ട്. അതായത് കോംപ്ലക്സേഷൻ നടക്കുന്ന ടൈട്രേഷനിൽ നമുക്ക് മെർക്കുറി കോട്ടഡ് സിൽവർ ഇലക്ട്രോഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷനിൽ നമുക്ക് സിൽവർ ഇൻഡിക്കേറ്റിംഗ് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ടൈട്രേഷനിലും ഏത് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യാൻ കഴിയുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതൊന്ന് ബൈഹാർട്ട് ചെയ്യണം നമ്മൾ. ഏതൊക്കെ ഇലക്ട്രോഡാണ് ഓരോ ഇൻഡിക്കേറ്റർ. റഫറൻസ് ഇലക്ട്രോഡ് ഏതെന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കലോമല അല്ലെങ്കിൽ AgAgCl ഇലക്ട്രോഡാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ഓരോ ടൈട്രേഷനും ഡിഫറെന്റ് ആണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി ഇതിപ്പോ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷന്റെ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്, എന്തിന്റെ ബേസിലാണ് EMF ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ദ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോൺ varies with ion concentration in accordance with Nernst equations. അപ്പൊ നമ്മൾ Nernst equation നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? E is equal to E0 plus 2.303 RT by NF log C. ഇവിടെ C കോൺസെൻട്രേഷൻ ആണ്, ഈ EMF ആണ്. അപ്പൊ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓക്കെ EMF ആണ്. അപ്പൊ ഈ യും കോൺസെൻട്രേഷനും തമ്മിൽ റിലേറ്റഡ് ആണ്. വേർ E is the electrode potential, concentration C, E0 is the standard electrode potential, R is the gas constant, T is temperature in Kelvin, F is Faraday charge, N is the number of electrons involved in the electrode reaction. Okay. This variation of potential with the ion concentration may be used as an indicator in volumetric analysis. ഇങ്ങനെ ഈ Nernst equation നമുക്ക് മനസ്സിലായി, കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് EMF-ൽ മാറ്റം വരും, അതായത് പൊട്ടൻഷ്യലിൽ മാറ്റം വരും. ഈ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം നമുക്ക് വോളിയോമെട്രിക് അനാലിസിസിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ മെത്തേഡ് മേക്സ് യൂസ് ഓഫ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ഉണ്ട് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനിൽ എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോ ദ മെത്തേഡ് മേക്ക് യൂസ് ഓഫ് ഇൻഡിക്കേറ്റഡ് ഇലക്ട്രോഡ്സ് whose potential indicates the change in concentration of the ions to be titrated in the connection with a reference electrode such as standard Calomel electrode of the constant potential throughout the experiment. അപ്പൊ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ആരിലാണ് വേരിയേഷൻ ഉണ്ടാവുക, ആരുടെ EMF ആണ് മാറുക? ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡിലാണ് ചേഞ്ച് ഉണ്ടാവുക. സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ എക്സ്പെരിമെന്റിൽ മൊത്തം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ ഓക്കെ ഇനി ഇവിടെ നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷനിൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? റെഫറൻസ് ഇലക്ട്രോഡ് ഏതാണ്, ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ഏതാണ്, അതുപോലെ അനലൈറ്റ് സൊല്യൂഷൻ ഏതാണ്, ടൈട്രന്റ് എന്താണ്, അവിടെ എന്താ ഉണ്ടാവുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. നോക്കി നോക്കൂ.
In the potentiometric titration of an acid against base, the indicator electrode is, നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷനിലെ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ആയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ഗ്ലാസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ക്യുൻഹൈഡ്രോൺ ഇലക്ട്രോഡ്. അത് പഠിക്കണം. ചിലപ്പോൾ ചോദിക്കാം, പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ഓഫ് ആസിഡ് വേഴ്സസ് ബേസിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം. നമുക്ക് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ആയിട്ട്? ഗ്ലാസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ക്യുൻഹൈഡ്രോൺ ഇലക്ട്രോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ക്യുൻഹൈഡ്രോൺ ഇലക്ട്രോഡ് ഒന്ന് നമ്മൾ നന്നായി നോക്കുക, ലാബിലൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ദ റെഫറൻസ് ഇലക്ട്രോഡ് ഈസ് കലോമൽ ഇലക്ട്രോഡ്. അതിലെ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് ഏതാ യൂസ് ചെയ്യണത്? കലോമൽ ഇലക്ട്രോഡ് ആണ്. കലോമൽ ഇലക്ട്രോഡ് ആണ്. അപ്പൊ അതിന്റെ സെൽ സെറ്റപ്പ് ഇങ്ങനെയാണ് വരിക: ഗ്ലാസ് ഇലക്ട്രോഡ്, ആസിഡ് സൊല്യൂഷൻ, കലോമൽ ഇലക്ട്രോഡ്. ദ ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് സെറ്റപ്പ് വിത്ത് ആസിഡ് സൊല്യൂഷൻ. ആസിഡ് സൊല്യൂഷനിലാണ് നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡ് വെക്കുക. അതിലേക്ക് നമ്മൾ സ്മോൾ നോൺ വോളിയംസ് ഓഫ് ആൽക്കലി ആർ ആഡഡ് ടു ഇറ്റ് ഈച്ച് ടൈം മെഷറിംഗ് ദ EMF. അപ്പൊ നമ്മുടെ വെസലിലേക്ക് നമ്മുടെ NaOH ആഡ് ചെയ്യുന്നു. ഇവിടെ ആസിഡ് ഉണ്ട്, ഇവിടേക്ക് നമ്മൾ ബേസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഇതിൽ ഓരോ EMF ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. ആ EMF നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ആ EMF നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ EMF എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? ആ EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ സെൽ എന്ന് പറയുന്നത് ഈ കലോമൽ മൈനസ് ഈ ഗ്ലാസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കലോമൽ പ്ലസ് 0.05916 pH ആയിരിക്കും. പക്ഷെ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഇക്വേഷന്റെ യൂസ് ഒന്നും വരുന്നില്ല. ഡിജിറ്റൽ അപ്പാരറ്റസിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ. ഇനി അവിടുന്ന് എങ്ങനെയാണ് നമ്മൾ എൻഡ് പോയിന്റ്? ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഗ്രാഫ് വരച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്? ഓക്കെ. അപ്പൊ ന്യൂട്രലൈസേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ ആസിഡും ബേസും കൂടിയും റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് നടക്കും? ന്യൂട്രലൈസേഷൻ നടക്കും. ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് നടക്കും? ന്യൂട്രലൈസേഷൻ നടക്കും. ആസ് ദ ന്യൂട്രലൈസേഷൻ ഒക്യൂസ്, the ion concentration changes and the pH changes and the EMF changes. ന്യൂട്രലൈസേഷൻ ഇങ്ങനെ ആസിഡിലേക്ക് ബേസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് ചേഞ്ച് ചെയ്യും? അവിടെ അയോൺ കോൺസെൻട്രേഷൻ അവിടെ ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് pHന് എന്ത് വരും? ചേഞ്ച് വരും. pHന് ചേഞ്ച് വരും. അപ്പൊ അവിടുത്തെ EMF എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. EMF എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ ആ EMF നമുക്ക് ഡിജിറ്റൽ അപ്പാരറ്റസിൽ നമുക്ക് എന്ത് ചെയ്യും? കാണും. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫില് EMF എവിടെയായിരിക്കണം? EMF y ആക്സിസിലായിരിക്കണം. അതുപോലെ വോളിയം ഓഫ് ടൈട്രന്റ് x ആക്സിസിലും ആയിരിക്കണം. വോളിയം നമ്മൾ എത്ര NaOH ആഡ് ചെയ്യുന്നു എന്നുള്ളത് x ആക്സിസിലായിരിക്കണം. അറ്റ് ദ ഇക്വാലൻസ് പോയിന്റ് there occurs a rapid change. ഇക്വാലൻസ് പോയിന്റിന്റെ അവിടുന്ന് ഒരു റാപ്പിഡ് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇൻ വിച്ച് EMF which may be read out from the graph. അത് നമുക്ക് ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരിക? അത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് EMF വേഴ്സസ് ടൈട്രന്റ്. വോളിയം ഓഫ് ടൈട്രന്റ് വേഴ്സസ് EMF ഗ്രാഫ്. EMF വേഴ്സസ് വോളിയം ഓഫ് ടൈട്രന്റ് പ്ലോട്ട്. അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ആദ്യം ഒരു ഇൻക്രീസ് ഉണ്ടാവും, പിന്നെ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാവും. അവിടെ ഇങ്ങനെയാണ് ഇൻക്രീസ് പോണത്. ഓക്കെ. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മൾ വോളിയം ഓഫ് ടൈട്രന്റെയും EMF നമ്മൾക്ക് ലാബിൽ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ. അപ്പൊ അതിന്റെ ഇക്വാലൻസ് പോയിന്റ് ഇതായിരിക്കും. അതായത് റാപ്പിഡ് ചേഞ്ച് ഉണ്ടായത് ഇവിടെ നിന്നല്ലേ, പെട്ടെന്ന് ഒരു ഷാർപ്പ് ഇൻക്രീസ്, റാപ്പിഡ് ചേഞ്ച്. അപ്പൊ അതാണ് ഇതിന്റെ ഇക്വാലൻസ് പോയിന്റ് വരിക. ഇതാണ്. ഓക്കെ. ഇനി നമ്മൾ ഡെൽറ്റ വി വേഴ്സസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഇ ബൈ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ വി. ഫോർ ബെറ്റർ ഡിറ്റക്ഷൻ ഓഫ് എൻഡ് പോയിന്റ് ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ വി, ദാറ്റ് ദ ചേഞ്ച് in E resulting from successive addition of titrant is plotted against the volume of titrant. Okay. The maximum in the curve, അതായത് ഡിഫറൻഷ്യൽ കർവ് കറസ്പോണ്ട്സ് ടു ദ എൻഡ് പോയിന്റ്. അതായത് ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ വി നമ്മളൊരു ഗ്രാഫ്, ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. ഇങ്ങനെയാണ് അതിന്റെ പ്ലോട്ട് കിട്ടുക. ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ വി വേഴ്സസ് വോളിയം ഓഫ് ടൈട്രന്റ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ആദ്യം നന്നായി ഷാർപ്പായി ഇൻക്രീസ് ചെയ്ത് പിന്നെ ഒന്ന്
കുറയും. അപ്പൊ ഇവിടെയാണ് ആ മാറ്റം ഉണ്ടായത്. അപ്പൊ ഇക്വാലൻസ് പോയിന്റ് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇക്വാലൻസ് പോയിന്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഗ്രാഫുകളുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് ഗ്രാഫുകളുമാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും, ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും, റെഫറൻസ് ഇലക്ട്രോഡ്, ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ ആയിട്ടാണ് അതിലേക്ക് കണക്ട് ചെയ്യാം. ഇത് വർക്ക് ചെയ്യുന്നത് നേഴ്സ്റ്റ് ഇക്വേഷന് ആണ്. കോൺസെൻട്രേഷനും ഇ എം എഫും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നത് ആരാണ്? നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു ആസിഡ് ബേസ്ഡ് ടൈട്രേഷനിൽ അതിന്റെ ഗ്രാഫ് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചെറിയൊരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. ഓക്കെ.